ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഋതികെ? അമ്മ എതിരായി പോയില്ലേ? സാരല്ല പ്രിയച്ചി, രാധമ്മയുടെ എതിരൊക്കെ പതുക്കെ മാറും. പിന്നെ ഋതികെ, ഞാനൊരു താങ്ക്സ് പറയാനാ വന്നത്. താങ്ക്സോ? എന്തിന്? ഇന്നലെ ജയേട്ടനെ കൈകാര്യം ചെയ്യാൻ ഒരു ധൈര്യം തന്നതിന്. അയ്യോ, ഞാൻ ധൈര്യം തന്നു കരുതി എന്നും ചേട്ടനെ കേറി കൈകാര്യം ചെയ്യല്ലേ. ചേട്ടനൊരു പാവ, നല്ലവനോ. കണ്ണുകുടിച്ച് നശിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് കരുതിയാ മതി. സത്യത്തിൽ ചേട്ടന് അങ്ങനെ ചെയ്യണോന്ന് പറഞ്ഞു തന്നതിന് എനിക്കാ കുറ്റബോധം. പക്ഷെ ചേട്ടനെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ഇതൊക്കെ പറ്റും. ഋതികയ്ക്ക് ഇതിനെക്കുറിച്ച് നല്ല നോളജ് ഉണ്ടല്ലേ? അയ്യോ, എനിക്കൊരു നോളജും ഇല്ല. ഭർത്താവിനെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് ഒരു എക്സ്പീരിയൻസും ഇല്ല. ഇതൊക്കെ ഒരു കോമൺ സെൻസ്, അത്രയുള്ളൂ. പിന്നെ രാജുവിനെ കള്ളെന്ന് കേട്ടാലേ കലിയ. കള്ള് കുടിക്കുന്നവരെ കണ്ട രാജു വെളിച്ചപ്പാടാ. അര ഗ്ലാസ് ബീറെങ്ങാനും രാജു കുടിച്ച അപ്പ ബോധം കെടും. ദൈവമേ, ഞാനും ഋതികയും തമ്മിൽ വലിയ കമ്പനി ആയെന്നറിഞ്ഞ അമ്മയുടെ വഴക്ക് കേൾക്കുമല്ലോ. ഇത് വേവിക്കാൻ വെച്ചോ? നല്ല കാര്യം. ഇനിയിപ്പോ തേങ്ങാ ചമ്മന്തി അരയ്ക്കണം, ഒരു മുട്ടയും പൊരിക്കണം. അതിന് തേങ്ങ ചിരകണമല്ലോ. ഞാൻ ചിരകാമേ? വേണ്ട, ഋതിക ചിരവിയാ മതി. ഇന്നെന്താ ഋതികയെ വഴക്കൊന്നും പറയാത്ത? ഇനി മഞ്ഞുരുക്കിയോ? തേങ്ങ ഞാൻ പൊട്ടിച്ചു തരാം. ഇനിയിപ്പൊ തേങ്ങ വെള്ളം ഇഷ്ടമുള്ളവർ ആരാന്ന് വെച്ചാൽ എടുത്ത് കുടിച്ചോ. ഞാൻ ഒരേല വെട്ടിക്കൊണ്ടുവരാം. മാറിക്കേ. ഇത് ഋതിക കുടിക്ക്. കുടിക്ക്. ഇങ്ങ് കൊണ്ടുവന്നേ. കാണിക്കേ. വേദനയുണ്ടോ മോളെ? കുഴപ്പമില്ല. ഇവര് തമ്മിലുള്ള വഴക്ക് തീർന്നോ? ഇതെന്തോ ഇങ്ങനെ? കുഴപ്പമില്ല മോളെ. ഇനി കൈമുറിയുന്ന പണിയൊന്നും എന്റെ മോള് ചെയ്യണ്ടാട്ടോ. ഇല്ല രാധമ്മ. അല്ല, നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നോ? വഴക്കൊക്കെ എപ്പോഴേ തീർന്നു. അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നില്ലേ, അല്ലേ മോളെ? അപ്പൊ എന്നെ ഒരു മണ്ടിയാക്കുമായിരുന്നല്ലേ രണ്ടുപേരും കൂടി? അല്ല, എന്നാ നിങ്ങളുടെ വഴക്ക് മാറിയേ? അതൊന്ന് പറഞ്ഞേ. അത് രാജുവിന്റെ ബർത്ത്ഡേ ഇടന്ന്. ഇത്രയും ദിവസം ഞാനും ഋതുമോളും തമ്മിൽ ശത്രുക്കളായിരുന്നിട്ട് ഹരീഷ് ഇപ്പോഴെങ്ങനെ വരുമോ മോളെ? ഇല്ലമ്മേ, ഇനി ഇപ്പോഴൊന്നും വരില്ല. വന്നാലും ലത ചേച്ചിയുടെ വീട്ടിലേക്ക് വരൂ. കോളിംഗ് ബെല്ല് കേൾക്കുമ്പോഴേക്കും ലത ചേച്ചി ഓടി വന്ന് വിളിക്കും.
എങ്ങനെയുണ്ട്? ആ രുക്മിണി ആന്റി വിളിക്കുകയോ വരികയോ എന്തെങ്കിലും ചെയ്തോ മോളെ? ഇല്ല ചേച്ചി. എന്നിട്ടാ അവര് വീട്ടിൽ വന്ന് ആ ലോഹിയൊക്കെ കാണിച്ചത്. അതൊക്കെ അങ്ങ് മറക്ക്. ഈ സമയത്ത് എന്റെ കുഞ്ഞിന് നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാ എന്റെ വിഷമം. ദാ കഴിക്ക്, നന്നായിട്ട് കഴിക്ക്. കഴിച്ചോ? ലക്ഷണമൊക്കെ കണ്ടിട്ട് കുട്ടി ആണായിരിക്കും. ഏയ്, ഇത് പെൺകുട്ടിയാ. നിനക്കെങ്ങനെ അറിയാം? അങ്ങനെയാ എന്റെ മനസ്സ് പറയുന്നേ. പിന്നെ നിന്റെ മനസ്സ് പറയുന്നു ഇത് ആൺകുട്ടി തന്നെയായിരിക്കും. ഇനി ആ കാര്യം പറഞ്ഞ് ഒരു തർക്കം വേണ്ട. കുട്ടി ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ.